ഇവരെവിടെയാണ് ക്ലീൻ ചെയ്ത് ചവറ് കിടക്കുന്നു? ഇവരെത്ര ക്ലീൻ ചെയ്ത് ഇവിടെ കിടന്നുറങ്ങുന്ന രീതിയിലാക്കി കൊടുത്താലും അതിനും കുറ്റം പറയും. നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് നമ്മളെ ക്ലീൻ നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഒരാൾ പറയേണ്ട അറിയില്ല. ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഇവരെവിടെയാണ് ക്ലീൻ ചെയ്ത് ചവറ് കിടക്കുന്നു. ഒരു സ്ഥലത്ത് ഞാൻ കാണുന്നില്ല. ഞാനിന്ന് രാവിലെ വണ്ടി എടുത്ത് പല സ്ഥലങ്ങൾ പോകുന്നുണ്ട്, അങ്ങനെ ബൾക്കായിട്ട് ഒരു സ്ഥലത്തും ചവറുകളില്ല. ഞാൻ ഇരിങ്ങാലക്കുടക്കാരനാണ്. ഞാൻ ഇന്നലെ പൊങ്കാലയ്ക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 3 ബസ്സിൽ നിറയെ ആളുകളെ കൊണ്ടുവന്ന് ശാസ്താമംഗലം മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലാണ് പൊങ്കാല ഇടിയിച്ചത്. അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ ക്ലിയറായി. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ വ്ളോഗർമാർ തട്ടിവിടുന്ന പരിപാടികളാണ്. അതിനുവേണ്ടി കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു അത് എന്താണ്, ഇവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും പരാതികൾ ഉണ്ടാവുമല്ലോ. കാരണം നഗരസഭേനെ ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യണം. അത് 100% ചെയ്താലും 60% ചെയ്തു എന്ന് പറയുന്ന ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ട് പറയാറില്ല, അമ്മയെ തല്ലിയാലും 2 വർഷമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരെത്ര ക്ലീൻ ചെയ്ത് ഇവിടെ കിടന്നുറങ്ങുന്ന രീതിയിലാക്കി കൊടുത്താലും അതിനും കുറ്റം പറയും. അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 3 ബസ് നിറയെ ആളുകളെ കൊണ്ടുവന്ന ആളാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വന്നപ്പോഴും നഗരത്തിന് വ്യത്യാസമൊന്നുമില്ല, എല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്.